അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് 2-3 കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. പിന്നെ ഒരു റിസപ്ഷൻ ഉണ്ട്. പുഞ്ചപ്പാർക്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. വീട്ടിലെ ജോലികളെല്ലാം കൂടിയിട്ട് നല്ലൊരു തിരക്കുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഇറച്ചിക്കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പിടി ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് അത് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൊടിയൊന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് പൊടി ഇട്ടിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് ഒരു തടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി കുഴച്ചെടുക്കുകയാണ്. നന്നായി കുഴഞ്ഞ് വന്നതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ നമ്മളെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്നുകൊണ്ട് കുഴച്ചെടുത്താൽ പിന്നെ അത് ബോൾസാക്കി എടുക്കുമ്പോൾ കയ്യിൽ തീരെ ഒട്ടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ബോൾസാക്കി എടുക്കാൻ പറ്റും. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ, പുതുതായിട്ട് ഉണ്ടാക്കി നോക്കുന്നവർക്കൊക്കെ വേണ്ടി പറയുകയാണ്. നമ്മൾ പത്തിരിക്കാണെങ്കിലും പിടിക്കൊക്കെ ആണെങ്കിലും പൊടി വാട്ടി കുഴക്കുമ്പോൾ നന്നായി ചൂടാറാൻ കാത്ത് നിൽക്കരുത്. നമ്മളെ കൈ കൊള്ളുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ കൈ കൊണ്ട് എത്രത്തോളം ചൂടിന് നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ചൂടിന് കുഴച്ചെടുക്കലാണ് നല്ലത്. പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടാനും സോഫ്റ്റ് ആവാനൊക്കെ നമ്മളൊരു ചൂടോടെ കുഴച്ചാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കുഞ്ഞു ബോൾസുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിറകടുപ്പിൽ അത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അത് വെന്ത് വരുമ്പോഴേക്കും എനിക്കൊന്നൊരു 1/2 കിലോയുടെ മിൽക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അതൊരു 2 മണിയാകുമ്പോഴത്തേന് കൊണ്ടു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ അതിനുള്ള സ്പഞ്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് അതിൻ്റെ ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളെ മിൽക്കും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് വിപ്പിംഗ് ക്രീം 3ഉം 1/2 കിലോയിലേക്ക് 1/2 കപ്പ് വീതമാണ് എടുക്കുക. 1 കിലോയിലേക്കാണെങ്കിൽ 1 കപ്പ് വീതമാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 1/2 കപ്പ് വീതം മിൽക്ക് മെയ്ഡും മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ 2 ലെയറും ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ട് മിൽക്ക് മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കൂട്ടാ, എന്നെങ്കിലാണ് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മിൽക്ക് മിക്സ് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ റോസ് പെറ്റലും ഇട്ട് കൊടുക്കാറുണ്ട് മിൽക്ക് കേക്കിൽ, പക്ഷേ നമുക്ക് റോസ് പെറ്റൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ മിൽക്ക് കേക്കൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്ക് കൊണ്ട് കൊടുക്കണ്ടുള്ളൂ. അപ്പോഴത്തേന് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് സെറ്റാവട്ടെ. അപ്പോൾ മിൽക്ക് കേക്ക് സെറ്റായി വന്നപ്പോഴേക്കും നമ്മളെ പിടി വേവിക്കാൻ വെച്ചതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ തലേ ദിവസത്തെ ഇറച്ചിക്കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് അല്ലേ ഇറച്ചിപ്പിടി. ഇതറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനായിട്ട് ഇറച്ചിക്കറി ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇറച്ചിക്കറി ബാക്കി വന്നേൽ ഇങ്ങനെ ചെയ്യാം. ഞാനിവിടെ എപ്പോഴും ഇറച്ചിക്കറി ബാക്കി വന്നാൽ അത് പിറ്റേ ദിവസം രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും കേട്ടോ. കുറച്ച് പൊടി എടുത്തിട്ട് വാട്ടി വേഗം കുറച്ച് ബോൾസ് ഉണ്ടാക്കല് വേണ്ടല്ലോ. അപ്പോൾ നല്ല എളുപ്പമാണ്. പിന്നെ അതല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടും നമുക്ക് ചെയ്യാമല്ലോ. പണ്ട് കാലത്തേ ഉള്ളൊരു പലഹാരമാണല്ലോ അത്. അപ്പോൾ പുതിയതായിട്ട് ഇതറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് 2 കിലോ വീതം വരുന്ന 2 കേക്കിനൊന്ന് സെറ്റാക്കി എടുക്കലാണ്. വനില കേക്കാണ്. അപ്പോൾ അത് പുഞ്ചപ്പാർക്കിൽ കൊണ്ടു കൊടുക്കാനുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേക്കിനൊന്ന് ഫില്ലിങ്ങൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ സ്പഞ്ചൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് സ്ക്വയർ കേക്കാണ്. അപ്പോൾ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അതൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേക്ക് ഇവിടെ സെറ്റായി കഴിഞ്ഞു. അതേപോലെ തന്നെ മറ്റേ കേക്കും ഫില്ലിങ് രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ 2 കേക്കും ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റായതിൻ്റെ ശേഷം എടുത്തിട്ട് ഫിനിഷിങ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ 2 കേക്കിൻ്റെ ഫിനിഷിങ് വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം അവർ പറഞ്ഞു തന്നത് നെയിം എഴുതിയിട്ട് ഇതിൻ്റെ മുകളിൽ ഫോണ്ടൻറ്റ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നെയിം എഴുതിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. കോക്കൂർ കമ്പനി ഫ്രണ്ട്സ് അതാണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ്. ഈ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് ഇവിടെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു കേക്കിനെ ഇവിടെ തന്നെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആ 2 കേക്കും സെറ്റാക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അത് പിന്നെ 2:45 വീട്ടിൽ നിന്ന് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുവരെ അതോടെ ഇരുന്ന് സെറ്റാവട്ടെ. ഇനി ഒരു കുഞ്ഞ് ചോക്ലേറ്റ് കേക്കും സെറ്റാക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പഞ്ച് ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഫില്ലിങ് മാത്രമാണ് രാവിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ചോക്ലേറ്റ് കേക്കിനെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് സെറ്റാക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കലെ കാര്യം നോക്കണം. 1 മണിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ എന്തെങ്കിലും തട്ടിപ്പും പറ്റൂല. പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൊതിച്ചോറായാൽ നല്ല രസത്തിലാണ്ട് പോകും. പൊതിച്ചോറാകുമ്പോൾ അധികം കറികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ തൈര് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ പപ്പടം പെട്ടെന്ന് പൊരിച്ചെടുത്തു. പിന്നെന്താണ് അച്ചാറുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ലക്ഷം ചമ്മന്തി ഉണ്ടാക്കി കോഴിമുട്ടി പൊരിച്ച് വിശേഷമായി. അപ്പോൾ തൈരും പപ്പടം വേറെ വെച്ചിട്ട് പൊതിച്ചോറിനുള്ളിൽ ചമ്മന്തിയും അച്ചാറും കോഴിമുട്ടിയും വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുകയാണ്. ഇതാകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അധികം കറികളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവർക്കുള്ള പൊതിച്ചോറൊക്കെ ഇവിടെ സെറ്റാക്കി. ഉച്ചക്കലെ കാര്യം റാഹത്തായി. അങ്ങനെ പൊതിച്ചോറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് വേഗം തന്നെ മിൽക്ക് കേക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. 2 മണിയാകുമ്പോഴത്തേനും അത് കൊണ്ട് കൊടുത്തു വന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ കൂളി നിസ്കാരങ്ങളൊക്കെ അതും കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മളെ പുഞ്ചപ്പാർക്കിലേക്ക് കേക്ക് വെച്ച് പോവുകയാണ്. അപ്പോൾ അതൊക്കെ പിന്നെ ആ വീഡിയോയിൽ പുഞ്ചപ്പാർക്കിൽ അടക്ക കമ്പനിയിലുള്ളവരൊക്കെ കൂടിയിട്ട് പുഞ്ചപ്പാർക്കിൽ കൂടിയ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ കൊണ്ട് കൊടുത്ത് അവിടുത്തെ അവരായിട്ടുള്ള കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് അവർക്കുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് 4 മണിക്ക് തിരിച്ചു പോന്ന് 4:15 ആകുമ്പോഴത്തേനും വീട്ടിലെത്തി. വന്നിട്ട് അസറൊക്കെ നിസ്കാരം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മക്കളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ റിസപ്ഷന് പോവുകയാണ്. അല്ലമീൻ മരത്തംകൂട് അല്ലമീൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ. അപ്പോൾ അത് അൽഹംദുലില്ലാ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ മൊത്തത്തിൽ എല്ലാം ഇന്ന് നല്ല റാഹത്തായി. ഭയങ്കര തിരക്കാണെങ്കിൽ പോലും വിഷമങ്ങളൊന്നുമില്ലാതെ എല്ലാം കഴിഞ്ഞു കൂടിക്കിട്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, തിരക്കുള്ള ദിവസം തന്നെ ആയിരിക്കും. നമുക്കൊന്ന് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടാവും. എന്തായാലും അൽഹംദുലില്ലാ എല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.